വെളിച്ചം കാട്ടിയ ദീനേ മിഞ്ഞതീനേ തൂബലനാ തൂബലനാ ഹത്തിഞ്ഞതീനേ വെളിച്ചം കാട്ടിയ ദീനേ മിഞ്ഞതീനേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن أذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور. ولئن أذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور. إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: عجبا لأمر المؤمن إن أمره كله له خير، وليس ذلك لأحد إلا للمؤمن. إن أصابته سراء شكر فكان خيرا له، وإن أصابته ضراء صبر فكان خيرا له. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഉസ്താദുമാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാൻ അവന്റെ നിഅമത്ത് കൊണ്ടും അവന്റെ ബർക്കത്ത് കൊണ്ടും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ സകലമാന പാപങ്ങളും അർഹമുറാഹിമായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, അജബൻ ലി അംറിൽ മുഅ്മിൻ എന്ന വളരെ വിശാലമായ ഒരു വിഷയമാണ് നിങ്ങളുമായി എനിക്ക് ഇന്നത്തെ ബുശ്റാഖുൽ യൗമിൽ സംവദിക്കാനും ഉള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ സത്യവിശ്വാസിയെക്കുറിച്ച് ആലോചിക്കുകയും സത്യവിശ്വാസിയെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെടാറുള്ളത്. സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ കാര്യം മാത്രമാണ് അത്ഭുതമുള്ളത്. അജബൻ ലി അംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം മാത്രമാണ് അത്ഭുതമുള്ളത്. ഒരിക്കലും പരാജയമില്ലാത്ത,
പരാജയം അനുഭവിക്കാത്ത വിസ്മയ സൃഷ്ടിയാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്. ശത്രുക്കളായാലും കാഴ്ചക്കാരായാലും വിശ്വാസം കുറഞ്ഞ ആളുകളായാലും അവർക്കൊക്കെ ഒരുപക്ഷെ സത്യവിശ്വാസിയുടെ ജീവിതം പരാജയമായി തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ വലിയ വിജയമാണ് സത്യവിശ്വാസിയുടെ ഓരോ അവസ്ഥകളും. മഹാനായ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണ്. മുഅ്മിനിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവനുണ്ടാകുന്ന സകലമായ കാര്യങ്ങളും അത് ഖൈറാണ്. ഇന്ന സാബതുഹു സറാ അശകർ, അല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ സന്തോഷം വരുമ്പോ ഇന്ന സാബതുഹു സറാ, സന്തോഷം വരുന്ന സമയത്ത് ശകറ, അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നയാളാണ്. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഖൈറായിരിക്കാം, നന്മയായിരിക്കാം. വഇന്ന സാബതുഹു ദറാ, ഇനി എങ്ങാനും വല്ല ബുദ്ധിമുട്ടുകളും അവനെ ബാധിക്കുകയാണെങ്കിൽ സ്വബറ, അവൻ ആ ബുദ്ധിമുട്ടിനെ തൊട്ട് ക്ഷമിക്കുന്നയാളാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാൻ. സത്യവിശ്വാസിയുടെ കാര്യം എങ്ങനെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വളരെ മനോഹരമായി പറഞ്ഞു വെക്കുകയാണ്. അത്ഭുതകരമാണ് വിശ്വാസിയുടെ കാര്യം. അവന് സന്തോഷം വരുമ്പോ അവൻ അല്ലാഹുവിന് ശുക്ർ പറയുന്നു. അവന് സന്താപമുണ്ടാകുമ്പോ അവൻ അല്ലാഹുവിനോട് അവൻ ആ വിഷയത്തിനെ തൊട്ട് ക്ഷമ ചോദിക്കുന്നു. എന്തൊരത്ഭുതമാണ്! ഈ രണ്ട് കാര്യവും, അവന് ബുദ്ധിമുട്ടായാലും അവന് നന്മയായാലും ഇത് രണ്ടും ഖൈറാണ് എന്ന് വിശ്വസിക്കുന്നയാളായിരിക്കണം യഥാർത്ഥത്തിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്കിടയിൽ വിജയത്തിനെയും പരാജയത്തിനെയും ഒക്കെ വിലയിരുത്താൻ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഈ ജയപരാജയങ്ങൾ മാറിമറിയാറുണ്ട്. പക്ഷേ യഥാർത്ഥ വിജയം, ശരിക്കുമുള്ള വിജയം ശാശ്വതമായ വിജയമാണ്, എന്നെന്നുമുള്ള വിജയമാണ്, അവസാനത്തെ വിജയമാണ്. അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ പിന്മാറ്റങ്ങൾ ഒരിക്കൽ പോലും പരാജയമല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ തിളക്കമുള്ള പരാജയങ്ങളായിട്ടാണ് നമ്മളൊക്കെ കാണേണ്ടത്. ചെറിയ മധുരത്തിന് ശേഷം കൈപ്പേറിയ ദുരിതങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. നേരിയ കയ്പിന് ശേഷം വലിയ മധുരവും ഉണ്ടാകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഓരോ ഔഷധത്തിന് പലപ്പോഴും അരുചിയുണ്ടായിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഓരോ ഔഷധത്തിനും, ആയുർവേദമായാലും മറ്റെന്ത് കാര്യമായാലും, അതിനൊരു പക്ഷേ അരുചിയുണ്ടായിരിക്കാം, വല്ലാത്ത രുചിയൊന്നും ഉണ്ടാവില്ല. രോഗം വന്ന് രോഗബാധിതനായി ഞാനും നിങ്ങളുമൊക്കെ രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ അവിടെ നോക്കുക, ഒരിക്കൽ പോലും ആ രോഗത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നിന്റെ ടേസ്റ്റ് അല്ല അവിടെയുണ്ടാകൽ. പലപ്പോഴും അരുചിയായിരിക്കും, കയ്പായിരിക്കും. പക്ഷേ പിന്നീടുണ്ടാവുക സൗഖ്യമാണ്. സുഖത്തിൽ നിന്ന്, നമ്മുടെ അസുഖത്തിൽ നിന്നുള്ള മോക്ഷമാണ് പിന്നീടുണ്ടാവുക. സുഖകരമായ ജീവിതമാണ് പിന്നെ നിങ്ങൾക്കും എനിക്കുണ്ടാവുക. സത്യവിശ്വാസിയായ ഒരാളുടെ ഭൗതികമായ പരാജയങ്ങൾ, സത്യവിശ്വാസിയായ ഒരു വ്യക്തിയുടെ ഭൗതികമായ പരാജയങ്ങളെ ഈ ഗണത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത്. ഉദാഹരണത്തിന് ഹാബീലിന്റെയും ഖാബീലിന്റെയും ചരിത്രം പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഹാബീലിന്റെയും ഖാബീലിന്റെയും ചരിത്രം നമ്മളുടെ മുമ്പിൽ പാഠമായി വെക്കുന്നുണ്ട്. രാജാതിരാജനായ തമ്പുരാൻ എന്താണ് സംഭവിച്ചത്? ചരിത്രം വളരെ മനോഹരമായി നമുക്ക് മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഹാബീലിനുണ്ടായത് ഭൗതിക ലോകത്തെ പരാജയമാണ്. ഹാബീലിനുണ്ടായത് ഭൗതിക ലോകത്തെ പരാജയമാണ്. പക്ഷേ ഖാബീലിനുണ്ടായതോ ശാശ്വതമായ വിജയത്തിന് വേണ്ടി ഹാബീൽ അവിടെ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു.
ദുനിയാവിൽ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ഹാബീൽ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ വളരെ മനോഹരമായി പറയപ്പെടുന്നു. ഹാബീൽ പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മാഇദ 28-ാമത്തെ വചനം ഇത് വളരെ വ്യക്തമാക്കി എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസുതി യദിയ ഇലൈക ലിഅഖ്തുലക. ഹാബീൽ പറയുകയാണ്, ഹാബീൽ ഖാബീലിനോട് പറയുകയാണ്, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസുതി യദിയ ഇലൈക ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഹാബീലിന്റെ വാക്കുകളാണ്. നീ എന്നെ കൊല്ലുവാൻ വേണ്ടി, നീ എന്നെ കൊല്ലുവാൻ, എന്റെ നാമാവശേഷമാക്കാൻ വേണ്ടി നീ എന്റെ നേരെ കൈനീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഒരിക്കൽ പോലും നിന്റെ നേരെ ഞാൻ കൈനീട്ടുകയില്ല. തീർച്ചയായും ഞാൻ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹാബീൽ പറഞ്ഞു. അവിടെ ദുന്യവിയായ ജീവിതത്തിൽ ഹാബീൽ കൃത്യമായ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഹാബീൽ പരാജയം ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടി? മറ്റൊരു വിജയം തന്നെ കാത്തിരിപ്പുണ്ട്, മറ്റൊരു ലോകം തന്നെ കാത്തിരിപ്പുണ്ട്. ഭൗതിക ലോകത്തെ പരാജയങ്ങളല്ല എന്റെ വിധി നിർണയിക്കുന്നത്. എന്റെ വിധി നിർണയിക്കുന്നത് ഭൗതിക ലോകത്തെ പരാജയങ്ങളല്ല. എന്റെ വിധി നിർണയിക്കുന്നത് എന്റെ ഏറ്റവും അവസാനത്തെ താവളമായ പരലോകത്തെ വിജയമാണെന്ന് ഹാബീൽ മനസ്സിലാക്കുകയായിരുന്നു. ഈ ഒരു പാഠം എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകണം. ഹാബീൽ കാണിച്ചത്, ഹാബീൽ ഒരിക്കൽ പോലും ഹാബീലിന്റെ നേരെ കൈ ഉയർത്തിയില്ല. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും നിന്റെ നേരെ കൈ നീട്ടുകയില്ലെന്ന് ഹാബീൽ പറയുകയാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹാബീൽ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയായിരുന്നു. ഹാബീൽ തോറ്റുകൊടുക്കാനാണ് മുഅ്മിനീങ്ങളെ തീരുമാനിച്ചത്. നരകമെന്ന് പറയുന്ന പരാജയം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഹാബീൽ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ചെന്ന് കിടക്കേണ്ട സ്ഥലം മറ്റൊന്നുണ്ട്, മറ്റൊരു ലോകമുണ്ട്. ഇത് തീർത്തും ഭൗതികതയുടെ ലോകമാണെന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു ഹാബീൽ. ഇതുപോലെയാകണം ഓരോ വിശ്വാസിയും. അപ്പോഴാണ് ഓരോ വിശ്വാസിയുടെയും കാര്യം അത്ഭുതകരമാകുന്നത്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എത്ര വിസ്മയമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അതിന്റെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ പരാജയം ഒരു പരാജയമായി നമ്മൾ കണക്കാക്കാൻ പാടില്ല. നരകമെന്നുള്ള പരാജയം ഒഴിവാക്കാൻ വേണ്ടി ദുനിയാവിലെ പരാജയം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. സത്യവിശ്വാസിക്ക് ഭൗതിക ലോകത്തുണ്ടാകുന്ന ദുരിതങ്ങൾ വിജയകരമായി ഭവിക്കണമെങ്കിൽ പ്രധാനമായും മുഅ്മിനീങ്ങളെ 2 ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. 2 ഗുണങ്ങൾ കൃത്യമായി അവനിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ഈമാനാണ്. ഈമാനാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസത്തിന്റെയും ഒക്കെ അടിത്തറ ഈമാനാണ്. അത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹുവിങ്കിലേക്കുള്ള നമ്മുടെ സകലമായ അർത്ഥനകളുമാണ്, റബ്ബിലേക്ക് നമ്മൾ കൊടുക്കുന്ന സകലമായ ആരാധനകളുമാണ് ഈമാൻ. ആദ്യമുണ്ടാകേണ്ടത് ഈമാനാണ്. അപ്പോഴാണ് സത്യവിശ്വാസിയായ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ലോകത്തുണ്ടാകുന്ന ദുരിതങ്ങൾ, ഭൗതിക ലോകത്ത് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദാരുണ സംഭവങ്ങൾ, ദുരന്തങ്ങൾ, ഇവയൊക്കെ അവന് വിജയകരമായി ഭവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈമാനാണ്. സത്യവിശ്വാസിക്ക് ഈ ലോക വിജയം തീർച്ചയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം അവൻ പ്രഖ്യാപിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, തുഫ്ലിഹൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. അപ്പോ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ ലോകരക്ഷിതാവായ തമ്പുരാന് അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം, അതാണ് ഈമാനിന്റെ ഷഹാദത്ത്, ഈമാനിന്റെ പ്രഖ്യാപനം. അതാണ് ഈമാനാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലോകത്തിന് വിജയങ്ങൾ തന്നത്.
ചരിത്രം പരിശോധിക്കുമ്പോ മുസ്ലിം ലോകത്തിന് വിജയം കിട്ടിയത് ഈമാൻ കൊണ്ടായിരുന്നു. ഈമാനോടുകൂടി നേടിയെടുത്തതായിരുന്നു നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെയും. ബദറിന്റെ ചരിത്രം എടുക്കുമ്പോ, ഉഹദിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോ, ഖന്തക്കിന്റെയും ഇസ്ലാമിക ലോകത്തുണ്ടായ സകലമായ യുദ്ധങ്ങളുടെയും ഒക്കെ വിജയത്തിന്റെ തിളക്കം അനുഭവിക്കാൻ കഴിയുന്നത് പലപ്പോഴും ഈമാനികമായ ആവേശം കൊണ്ടായിരുന്നു. ഈമാനികമായ ആവേശം ഉള്ളതുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിന്റെ ധവള കൊട്ടാരത്തിലെ കനകസിംഹാസനത്തിലിരിക്കുന്ന ചക്രവർത്തിയുടെ മുന്നില് താളത്തൊപ്പിയും കീറത്തുണിയിൽ പൊതിഞ്ഞ വാളുമായി കടന്നു ചെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നടത്തിയത്. അതെങ്ങനെ നടത്തിയതാ? ഈമാന് ഉള്ളിലുണ്ടാകുമ്പോ അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. ഈമാന് മുഅ്മിനായത് കൊണ്ട് മാത്രമാണ് മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഇങ്ങനെ കടന്നു ചെന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വളരെ മനോഹരമായ വാക്യങ്ങളുടെ പ്രഖ്യാപനം നടത്താൻ പറ്റിയത്. മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹ്. മഹാനായ റിബഈ ഇബ്നു ആമിർ വിളിക്കുകയായിരുന്നു ദീനിലേക്ക്. രാജാധികാരിയുടെ ചെങ്കോലേന്തിയ രാജാധികാരിയുടെ സിംഹാസനത്തിന്റെ അടുത്ത് പോയിട്ട് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഗർജിക്കുന്നവരായിരുന്നു അവർ. എന്താ പറഞ്ഞത്? മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. മിൻ ഇബാദത്തിൽ ഇബാദി, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ലോകരക്ഷിതാവായ തമ്പുരാനെ ആരാധിക്കുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഈമാനികമായ ആവേശം കൊണ്ട് മാത്രമാണ്. അപ്പോഴാണത് അജബായി സംഭവിക്കുക. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. അത്ഭുതകരമായ സൃഷ്ടിയാവാന് ഒരു മനുഷ്യന് കഴിയൽ ഈമാൻ ഉണ്ടാകുമ്പോഴാണ്. മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു, മിൻ ദീഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ആഖിറ. ദുന്യാവിന്റെ ഈ കെട്ടുകാര്യസ്ഥതയിൽ നിന്ന്, ഈ കുടുസായ ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് പ്രവിശാലമായ ആഖിറത്തിന്റെ പരലോകത്തിന്റെ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ധന്യതയാർന്ന മാർഗത്തിലേക്കാണ്. മറ്റുള്ള മതങ്ങളെക്കാളപ്പുറം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശബ്ദല തീരത്തേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് എന്ന് മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് പറയാൻ കഴിഞ്ഞത് ഈമാനുള്ളത് കൊണ്ടാണ്. ഹൃദയത്തിലെ കറകളഞ്ഞ ഈമാനുള്ളത് കൊണ്ടാണ്. അപ്പോഴാണ് ഒരാൾ മുഅ്മിനാവുക, മുഅ്മിനായ മനുഷ്യനായി തീരുക. സകലതും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നവനാണ് മുഅ്മിനായ ഓരോ മനുഷ്യനും. അതുകൊണ്ടാണ് നമുക്ക് കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ ചെങ്കോലേന്താൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നമുക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വെള്ളിക്കൊടി പറത്താൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. സ്പെയിനിൽ പോയി ഖുർത്തുബ പള്ളിയിൽ പോകാൻ, ഖുർത്തുബ പള്ളിയിൽ ഉണ്ടാക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ധന്യതയാർന്ന മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞത് ഈമാനുള്ളത് കൊണ്ടാണ്. യുദ്ധങ്ങൾക്ക് പോകുമ്പോ അലറി വിളിക്കുന്ന കടലിന്റെ തിരമാലകൾ ഒരിക്കൽ പോലും മുഅ്മിനീങ്ങളായ അവരുടെ മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നില്ല, പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല, വിഷമങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ്, റബ്ബിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ഒട്ടകത്തെ, കുതിരയെ സഞ്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചൈത്തരം പ്രഖ്യാപിച്ച് കടൽ കടന്നു പോയ ആളുകളാണ് മുൻഗാമികളായ ആളുകൾ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഇത് തന്നെയല്ലേ മുഅ്മിനിന്റെ കാര്യം അത്ഭുതം എന്ന് പറയുന്നത്. മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ മുസ്ലിം ലോകത്തിനുണ്ടായ സകലമാന വിജയങ്ങൾക്കുമൊക്കെ കാരണം ഈമാനായിരുന്നു. ഇസ്രയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങൾ കീഴടക്കാനും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ താക്കോലുകൾ ഏറ്റുവാങ്ങാനും പ്രാപ്തമാക്കിയത് വിശ്വാസത്തിന്റെ കരുത്തായിരുന്നു, ഈമാന്റെ കരുത്തായിരുന്നു. ഹൃദയത്തിലെ
ഈമാൻ ഉള്ളത് കൊണ്ടായിരുന്നു അവർക്കൊക്കെ അതിന് കഴിഞ്ഞത്. നമ്മൾക്ക് ഈ ലോകത്ത് വിജയം കിട്ടിയില്ലെങ്കിൽ തന്നെ, നമുക്ക് ഈ ലോകത്ത് വിജയം കിട്ടിയില്ലെങ്കിൽ തന്നെ പരലോകത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ അനിവാര്യമായ കാര്യമാണ് മുഅ്മിന് ഈമാൻ എന്ന് പറയുന്നത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ കാണുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നയാള് അൽഹംദുലില്ലാഹ് പറയുന്ന മനുഷ്യനായിരുന്നു. അൽഹംദുലില്ലാഹ് പറയുന്ന മനുഷ്യനായിരുന്നു. സദാസമയവും അല്ലാഹുവിനെ ഹംദ് പറയുന്ന മനുഷ്യനായിരുന്നു. മറ്റൊരു സംഭവത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. അഹദു സലഫികാന അഖ്റഅ റഅസ് അബ്റസൽ ബദൻ, വെള്ളപ്പാണ്ട് ബാധിച്ച് കുഷ്ഠമുണ്ടായി, കണ്ണുകൾ കുഴിഞ്ഞുപോയി, കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും ഒന്നും ചെയ്യാൻ പോലും കഴിയാത്തൊരു മനുഷ്യൻ. വകാന യഖൂലു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് സദാസമയവും ആ മനുഷ്യൻ പറയുമായിരുന്നു. എങ്ങനെയുള്ള മനുഷ്യൻ? മുഅ്മിനെ ചിന്തിക്ക്. എങ്ങനെയുള്ള മനുഷ്യൻ? കടക്കാൻ കഴിയാത്ത, കൈകൊണ്ടും കാലുകൊണ്ടും ഒന്നിനും നിവൃത്തിയില്ലാത്ത മനുഷ്യന് കുഷ്ഠം ബാധിച്ച് വെള്ളപ്പാണ്ട് പിടിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിലകപ്പെട്ട ഒരു മനുഷ്യൻ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാ ബിഹി കസീറൻ മിൻ ഖൽഖിൻ വഫദ്ദലനി തഫ്ദീലാ. ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൂടുതൽ വല്ലാതെ ഒന്നും എന്നെ പരീക്ഷിച്ചിട്ടില്ല. ഇനി എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. അഫദ്ദലനി തഫ്ദീലാ, എന്നെ ശ്രേഷ്ഠവാനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മനുഷ്യൻ ഇങ്ങനെ സദാസമയവും പറയുമായിരുന്നു. ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ, ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ, ഇത്രയേറെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യനെ സദാസമയവും അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു. അങ്ങനെ ഈ മനുഷ്യന്റെ അടുത്ത് കൂടെ ഒരാൾ കടന്നുപോയി. ഫഖാല ലഹു, അങ്ങനെ ഇയാളോട് ചോദിച്ചു, മിമ്മാ ആഫാക്, നിന്നെ എന്തിൽ നിന്നാണ് അല്ലാഹു സുഖപ്പെടുത്തിയത് എന്ന്. നിന്നെ എന്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തിയത്? അഅമാ വ അബ്റസ് വ അഖ്റ വ മശ്ലൂൽ, നീ കണ്ണ്, നീ പിന്നെ വെള്ളപ്പാട് ബാധിച്ചയാളാണ്, ശലല് ബാധിച്ചയാളാണ്, തളർച്ച വന്നയാളാണ്, നിന്റെ കൈകാലുകൾ കൊണ്ട് നിനക്ക് ഒന്നിനും കഴിയാത്തയാളാണ്. എന്തിൽ നിന്നാണ് നിനക്ക് ആഫാത മിമ്മ ആഫാത? നീ പറഞ്ഞല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആഫിയത്ത് തന്നിട്ടുണ്ടെന്ന്, എന്നെ സുഖപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖാല, ആ മനുഷ്യൻ പറയുന്നത് ചിന്തിക്കണേ മുഅ്മിനെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആലോചിക്കണേ. ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു വാക്ക് പറയാറുണ്ടോ? ആ മനുഷ്യൻ പറയുകയാണ്, വൈഹക യാ റജുൽ, ഹേ മനുഷ്യ, നിനക്ക് നാശം, നിനക്ക് നാശം. ജഅലനി ലിസാനൻ ദാകിറാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ദിക്ർ ചൊല്ലാൻ നാവ് തന്നിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ പറയാൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ എനിക്കൊരു നാവ് തന്നിട്ടുണ്ട്. റബ്ബിനോട് ശുക്ർ പറയാൻ എനിക്കൊരു നല്ല ഹൃദയം തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ക്ഷമിക്കാനൊരു ശരീരം രാജാതിരാജനായ തമ്പുരാന് തന്നിട്ടുണ്ടെന്ന് ഈ മനുഷ്യന് ഇയാളോട് പറഞ്ഞു. എന്തൊരത്ഭുതകരമാണ്! ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമായ അസുഖങ്ങളും, വെള്ളപ്പാണ്ട്, കുഷ്ഠം, കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് പോലും ഈ മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാ ബിഹി കസീറൻ മിൻ ഖൽഖിൻ വഫദ്ദലനി തഫ്ദീലാ എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മുഅ്മിനാണോ എന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അജബല്ലി അംറിൽ മുഅ്മിൻ, നമ്മൾ മുഅ്മിനാണെങ്കിൽ ഹൃദയം തൊട്ട് ചിന്തിക്ക്. നമ്മൾ മുഅ്മിനാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യം അത്ഭുതകരമായിരിക്കും. പിന്നെ കാര്യങ്ങൾ സംഭവിക്കുക വിസ്മയകരമായ രീതിയിലായിരിക്കും പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ പറയുകയാണ്,
ഈ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാ പറയുകയാണ്, റബ്ബെനിക്ക് ലിസാനൻ ദാകിറൻ, ദിക്ർ ചൊല്ലാൻ എനിക്കൊരു നാവ് തന്നിട്ടുണ്ട്, വഖൽബൻ ശാകിറൻ, അല്ലാഹുക്ക് ശുക്ർ പറയാൻ എനിക്കൊരു ഹൃദയം തന്നിട്ടുണ്ട്, ക്ഷമിക്കാൻ എനിക്കൊരു ശരീരം തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എത്രത്തോളം ഉന്നതനാണ്, ഈ മനുഷ്യൻ എത്രത്തോളം ഉദാത്തനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് വരുമ്പോ ക്ഷമിക്കാൻ നമുക്ക് പറ്റണം, സന്തോഷം വരുമ്പോ നമ്മൾക്ക് അള്ളാഹിനോട് ശുക്ർ പറയാനുള്ള അവസരം പറ്റണം, അതിനുള്ള അവസരം ഒരുങ്ങണം. ബുദ്ധിമുട്ട് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ എനിക്കും നിങ്ങൾക്കുമൊക്കെ ക്ഷമിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ കാര്യം ഇഹ്തിസാബ്. രണ്ട് കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു. ഒന്ന് ഈമാൻ, രണ്ട് ഇഹ്തിസാബ്. നമുക്ക് വിപത്തുകൾ ഉണ്ടാകുമ്പോ അവ നാളെ നമുക്ക് ഗുണമായി മാറണമെങ്കിൽ ഇഹ്തിസാബ് എന്ന ഗുണം നമുക്ക് നിർബന്ധമാണ്. ഇഹ്തിസാബ് എന്ന ഗുണം. പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ ക്ഷമിക്കുക. പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ടത് ക്ഷമിക്കുക. ദുന്യവിയായ മഹാമാരികൾ റബ്ബ് തന്നാലും ഞാനും നിങ്ങളുമൊക്കെ ക്ഷമിക്കുകയാണ് വേണ്ടത്. പ്രതിഫലേച്ഛയോടുകൂടിയുള്ള ക്ഷമ, അതാണ് പ്രിയപ്പെട്ടവരെ ഇഹ്തിസാബ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സൽക്കർമ്മത്തെ പറ്റി പറയുകയാണെങ്കിലും പറയുന്ന വാചകങ്ങളാണ് ഈമാനം വഹ്തിസാബ. വിശ്വാസം വേണം വഹ്തിസാബൻ. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കുകയും വേണം. നോമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ ഏത് സൽക്കർമ്മത്തെ കുറിച്ച് പറയുമ്പോഴും ഈമാനിനെയും ഇഹ്തിസാബിനെയും എപ്പോഴും ഒരുമിച്ച് പറഞ്ഞു, ടു ബി കണക്റ്റഡ് വിത്താക്കി പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഹ്തിസാബില്ലെങ്കിൽ, പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നമ്മുടെ ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ദുരിതങ്ങൾക്ക് പരലോകത്തുള്ള പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. ഇഹ്തിസാബില്ലെങ്കിൽ, നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, പ്രതിഫലം കാക്ഷിച്ച് നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഈ ദുരിതങ്ങൾക്ക് നമുക്ക് പരലോകത്ത് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും റസൂലുള്ളാഹിയുടെ അടുത്ത് പോയി പ്രയാസങ്ങൾ പറയുന്നവരോട്, പ്രശ്നങ്ങൾ പറയുന്നവരോട് ഈ രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു, ഹനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഖൂൽ ഇന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദബ്തുലീതു അബ്ദി ബിഹബീബതൈൻ, അവനിഷ്ടമുള്ള രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഞാൻ അവനെ പരീക്ഷിച്ചാൽ ഫസബറ, അതിന്റെ പേരിൽ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഞാൻ അവന് സ്വർഗം പകരമായി നൽകുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല കാര്യത്തിലും പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഒക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ ക്ഷമിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് കൃത്യമായ പ്രതിഫലമായി സ്വർഗം എനിക്കും നിങ്ങൾക്കുമൊക്കെ വാഗ്ദാനം ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ത്വാഊനിനെ പറ്റി ചോദിക്കുകയുണ്ടായി. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ത്വാഊനിനെ കുറിച്ച്, പ്ലേഗിനെ കുറിച്ച് ചോദിച്ചു. ഫഅഖ്ബറഹാ, ആയിഷ ബീവിയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, കാന അദാബൻ യബഅത്ഹു അല്ലാഹു തആല മയ്യശാ,
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അദാബാക്കി റബ്ബ് ആരിലേക്കാണോ ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് റബ്ബ് അയക്കുന്നതാണ് ഈ മാരകമായ പ്ലേഗ് എന്ന് പറയുന്നത്. ഫജഅലഹു റഹ്മത്തൽ ലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായിട്ടാണ് തരുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഉന്നതൻ, എത്ര ഉദാത്തൻ, എത്ര വാഴ്ത്തിയാലും പടച്ച തമ്പുരാന്റെ മദ്ഹ് തീരില്ല. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അദാബിനെ, ഒരു പ്ലേഗിനെ കൊടുക്കുകയാണെങ്കിൽ അത് അവന് റഹ്മത്താണെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അതിൽ മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഈമാനികമായ ആവേശം! അതുകൊണ്ടാണല്ലോ അവരുടെ കാര്യങ്ങൾ അത്ഭുതകരമായി സംഭവിച്ചത്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം മാത്രമാണ് അത്ഭുതമുള്ളത്. അത്ഭുതമുള്ള കാര്യം മുഅ്മിന്റേത് മാത്രമാണ്. അവന്റെ കാര്യം മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ വിസ്മയമുള്ളത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരാജയങ്ങളെ ഏത് രീതിയിലാണ് കാണാറുള്ളത്? നമ്മൾ പ്രശ്നങ്ങളെ ഏത് രീതിയിലാണ് കാണാറുള്ളത്? നമ്മൾ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ഏത് രീതിയിലാണ് കാണാറുള്ളത്? സത്യത്തില് നമ്മള് പരാജയങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തായിട്ട് നമ്മൾ കാണാറുണ്ടോ? നമ്മൾ പേടിക്കുകയാണ്, ഭയചകിതരായി നമ്മൾ ഓടുകയാണ്. നിരാശാബോധം എന്നെയും നിങ്ങളെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നോക്കിയാലും പരാജയം. ആരോട് ചോദിക്കുകയാണെങ്കിലും പറയാനുള്ളത് പരാജയത്തിന്റെ കഥകൾ മാത്രമാണ്. എനിക്ക് പരാജയം, ജീവിതത്തിൽ പരാജയം, ബിസിനസ്സിൽ പരാജയം, എല്ലാ വിഷയത്തിലും എനിക്ക് പരാജയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമുദായികമായും വ്യക്തിപരമായും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള്, രോഗങ്ങള്, പീഡനങ്ങള്, ജയിൽവാസങ്ങള്. ഈ ഒരു വേളയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്ന് ഈമാനും പിന്നെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇഹ്തിസാബുമാണ്. ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ നമുക്ക് ഇഹ്തിസാബും നഷ്ടപ്പെടാൻ പാടില്ല. അവ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടവനായി നമ്മളൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ മുഅ്മിനിനെ കുറിച്ച് വളരെ മനോഹരമായി സൂറത്തുൽ ഹൂദ് 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ വളരെ മനോഹരമായി അല്ലാഹു പറയുകയാണ്. وَلَئِنْ أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً ثُمَّ نَزَعْنَاهَا مِنْهُ إِنَّهُ لَيَئُوسٌ كَفُورٌ. ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യം അവർ ആസ്വദിക്കുകയാണെങ്കിൽ, وَلَئِنْ أَذَقْنَا الْإِنسَانَ അവർ രുചിക്കുകയാണെങ്കിൽ, ഇൻസാന മിന്നാ റഹ്മ, നമ്മൾ അവനൊരു കാരുണ്യം നൽകുകയാണെങ്കിൽ, എന്റെ കാരുണ്യം അവർ ആസ്വദിക്കുകയാണെങ്കിൽ, നാം പിന്നീട് അതിനെ എടുത്തു നീക്കുകയും ചെയ്താൽ, ഒരു കാരുണ്യം നൽകി പിന്നെ ആ കാരുണ്യത്തെ നാം എടുത്തു നീക്കിക്കഴിഞ്ഞാൽ, അതിനെ നാം എടുത്തു നീക്കിക്കഴിഞ്ഞാൽ, മിൻഹു ആ മനുഷ്യനിൽ നിന്ന്, ഇന്നഹു ലയഊസുൻ കഫൂർ, തീർച്ചയായും അവന് നിരാശനും ഏറ്റവും നന്ദി കെട്ടവനുമായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരാൾക്കൊരു റഹ്മത്ത് കിട്ടി, റഹ്മത്ത് അല്ലാഹ് ചെയ്തു, റഹ്മത്ത്, പിന്നെ ആ റഹ്മത്തിനെ അല്ലാഹു ഊരിയെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് നിരാശനും റബ്ബിന് നന്ദി കെട്ടവനുമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്. അതിന്റെ തുടർന്നുള്ള വാചകങ്ങൾ, വല്ല ബുദ്ധിമുട്ടുകൾ, അവന് വല്ല കഷ്ടതകൾ ബാധിച്ചതിന് ശേഷം നാം അവനൊരു അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ,
ബുദ്ധിമുട്ടിന് ശേഷം, പ്രതിസന്ധികൾക്ക് ശേഷം, പ്രയാസങ്ങൾക്ക് ശേഷം നാം അവന്റെ കഷ്ടതയ്ക്ക് ശേഷം നാം അവനൊരു ആഗ്രഹം ഒരു അനുഗ്രഹം അവന് നാം കൊടുക്കുകയാണെങ്കിൽ, ഒരനുഗ്രഹത്തെ അവൻ രുചിക്കുകയാണെങ്കിൽ, ഒരനുഗ്രഹത്തെ അവൻ ആസ്വദിക്കുകയാണെങ്കിൽ, നിശ്ചയമായും അവൻ പറയും, തിന്മകൾ എന്നിൽ നിന്നൊഴിഞ്ഞു പോയിരിക്കുന്നു, തിന്മകൾ എന്നിൽ നിന്നൊഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു പറയുകയാണ്, ഇന്നഹു ലഫരിഹൻ ഫഖൂർ, തീർച്ചയായും അവൻ ആഹ്ലാദചിത്തനും അഹങ്കാരിയുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ കാണേണ്ട രീതിയിൽ കാണാറില്ല നമ്മൾ. അതൊരു ബലായി കാണാറില്ല, അത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായി നമ്മൾ കാണാറില്ല. റബ്ബിന്റെ റഹ്മത്താണെന്ന ബോധ്യത്തോടുകൂടി നമ്മൾ നടക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ വാചകം ലല്ലദീന സബറു വഅമിലുസ് സാലിഹാതി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയുകയാണ് ആർക്ക് മാത്രം? ഈ രണ്ട് കൂട്ടക്കാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, ഒന്ന് ഒരാൾക്ക് കാരുണ്യം കൊടുത്തതിന് ശേഷം, അനുഗ്രഹം കൊടുത്തതിന് ശേഷം അവനെ പിന്നീട് ബുദ്ധിമുട്ടിലാക്കി. രണ്ടാമത്തെ ഒരാള് വല്ലാതെ ബുദ്ധിമുട്ടിലായി, കഷ്ടപ്പാടുണ്ടായി, ദുരിതങ്ങളുണ്ടായി, അതിനുശേഷം അല്ലാഹ് ഒരു അനുഗ്രഹം കൊടുത്തു. ഈ രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള ആളുകൾ, ലല്ലദീന സബറു വഅമിലു സ്സാലിഹാതി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ആര് മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ? ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ മാത്രമാണ്. അവർക്കാണ് അല്ലാഹു പാപമോചനം നൽകുന്നത്. ഇല്ലല്ലദീന സബറു വഅമിലു സ്സാലിഹാതി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അവർക്കാണ് പാപമോചനം പടച്ച തമ്പുരാൻ നൽകുന്നത്. അവർക്കാണ് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ നമുക്ക് കഴിയണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ കഴിയണം. തിന്മ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ തളരാതെ പതറാതെ നീങ്ങാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം. പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിലെ 11ാമത്തെ ആയത്ത് ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നിങ്ങളിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അമിനന്നാസി മയ്യഅ്ബുദില്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി ഫഇൻ അസാബതുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അല്ലാഹു പറയുകയാണ്, ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു വാക്കിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം ഫഇന്ന സാബഹു ഖൈറുൻ, വല്ല ഗുണവും അവന് വന്നെത്തുന്ന പക്ഷം ഇത്മഅന്ന ബിഹി ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവൻ അതിൽ സമാധാനമടയുന്നവനാണ്. അവനതിൽ സമാധാനവും സന്തോഷവും അടയുന്നവനാണ്, മനസ്സമാധാനമടയുന്നവനാണ് അവൻ. മനസ്സമാധാനമടഞ്ഞുകൊണ്ടായിരിക്കും അവൻ ജീവിക്കുക. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ, വല്ല ഫിത്നയും അവനുണ്ടായി കഴിഞ്ഞാലോ, വല്ല ബുദ്ധിമുട്ടുകളും അവനുണ്ടായി കഴിഞ്ഞാലോ അവനെന്താ ചെയ്യാം? അവന്റെ പാട്ടിലേക്ക് തന്നെ പഴയപടിയായി അവന് തിരിച്ചു പോകും. പഴയ പാട്ടിലേക്ക് അവന്റെ പാട് നോക്കി അവൻ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറദ് ദുനിയാ വൽ ആഖിറ, ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ട മനുഷ്യൻ ഇവനാണ്. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടമെന്ന്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് ക്ഷമിക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അജബല്ലി അംറിൽ മുഅ്മിനീൻ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അജബൽ ലി അംരിൽ അവനുണ്ടാകുന്ന അവന് വന്നു ഭവിക്കുന്ന സകലമാന കാര്യങ്ങളും അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായി നൽകുന്നതാണ്. സന്തോഷമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ശഖറ അല്ലാഹനെ സ്തുതിക്കുന്ന ആളുകളാണ്. പ്രശ്നങ്ങൾ വന്നാല് പ്രതിസന്ധികൾ വന്നാല് ക്ഷമിക്കുന്നവനാണ്. ഇത്രത്തോളം അത്ഭുതമാണ് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അത്ഭുതകരമാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ എത്ര മനോഹരമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ വലിയ സഹാബിയാണ്, വലിയ ധനാഢ്യനാണ്. ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ച മഹാമനീഷിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പറഞ്ഞു വകാന ഖായിമാ. ആ സമയത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നു. ഫഖാല ആനവറുകൾ പറയുന്ന വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഉൾക്കൊള്ളണേ. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു ഉഹദിന്റെ രണാങ്കണത്തില്. അല്ലേ, നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. എന്നിട്ടോ എന്തായിരുന്നു മഹാനവറുകളെ ജനാസ അടക്കുന്ന സമയത്ത് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ തലമറച്ചു കഴിഞ്ഞാൽ കാലുമറയില്ല. അദ്ദേഹത്തിന്റെ കാലുമറച്ചു കഴിഞ്ഞാൽ തലമറയില്ല. ഇങ്ങനെയായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മരണമെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ച സമയത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് വഖുതില ഹംസ റളിയല്ലാഹു അൻഹു. ഹംസയും കൊല്ലപ്പെട്ടു, മുസ്അബ് ബിൻ ഉമൈറും കൊല്ലപ്പെട്ടു, ഹംസയും കൊല്ലപ്പെട്ടു. വഹുവ ഖൈറു മിന്നി. എന്നേക്കാൾ നല്ല മനുഷ്യൻ ഹംസയാണ്. പിന്നെ എന്തിനാണ് ദുന്യാവിന്റെ കാര്യങ്ങള് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് അറിഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ദുന്യാവിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. അത് ഖശീന ഞങ്ങളുടെ ഹസനാത്തുകളൊക്കെ ഇല്ലാതായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. എന്നിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ കരയാൻ തുടങ്ങി. എന്താ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് ആണ് മഹാനവറുകൾ ഇതൊക്കെ പറഞ്ഞത്. ഈ ഒരു ഈമാനികമായ ആവേശവും ചങ്കൂറ്റവും ചങ്കുറപ്പുമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. സത്യവിശ്വാസിക്ക് പരാജയമില്ല എന്നുള്ളതാണ്. പരാജയപ്പെടുന്നയാളല്ല ഒരിക്കൽ പോലും സത്യവിശ്വാസി. ഒരുപക്ഷേ ദുന്യാവിലെ പരാജയം എന്ന് പറയുന്നത് താൽക്കാലികമായ പരാജയമാണ്. അല്ലാഹുവിനോട് നമ്മൾ പല കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. റബ്ബിനോട് നമ്മൾ മനമുരുകി പ്രിയപ്പെട്ടവരെ തേടാറുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ സകലമായ കാര്യങ്ങളും നമ്മൾ സമർപ്പിക്കാറുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാ? കഴിഞ്ഞുപോയ ഗതകാല സ്മരണകളിലേക്ക് പോയി നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആരക്കാത്ത കാര്യങ്ങളില്ല. ഇറാഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തു, അഫ്ഗാനിസ്ഥാന് വേണ്ടി ദുആ ചെയ്തു, ഫലസ്തീനിന് വേണ്ടി ദുആ ചെയ്തു, ബാബരിക്ക് വേണ്ടി ദുആ ചെയ്തു. എന്തേ നമുക്ക് ഉത്തരം കിട്ടാത്തോ?
ഈ ഒരു ബോധം നമ്മൾ ഒരിക്കൽ പോലും പരാജയപ്പെട്ടവരാണ് നമ്മൾ എന്നൊരിക്കലും മനസ്സിലാക്കാനുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ കുറെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ദുആയൊന്നും കേൾക്കുന്നില്ലേ എന്നൊരു ശങ്ക പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടായേക്കാം. പക്ഷേ വിശ്വാസിയായ മനുഷ്യൻ വിശ്വാസിയായ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അവനുണ്ടാകുന്ന സകലമാന പരാജയങ്ങളും അതൊക്കെ അവന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കിനിയൊരു വിജയം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടിയാണ് ഓരോ സത്യവിശ്വാസിയും സമയം ചെലവഴിക്കേണ്ടത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് മറുപടി കിട്ടുന്നില്ല. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കും നിങ്ങൾക്കൊന്നും മറുപടി കിട്ടുന്നില്ല. ഇതൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കരുതും എന്ത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരാജിതനാക്കുകയാണല്ലോ, ഇപ്പോഴും ഞാൻ പരാജിതനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നിരാശപ്പെടാറുണ്ട്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത്. മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയും മഹാനായ സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറയുകയും ചെയ്തു. അല്ലേ? قال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. موسى നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എന്താ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? ഞങ്ങളുടെ രക്ഷിതാവായ തമ്പുരാനെ, റബ്ബനാ ഇന്നക ആതൈത ഫിർഔനും അവന്റെ പ്രമാണിമാർക്കും നീ ഐഹിക ജീവിതത്തിലെ അലങ്കാരവും സമ്പത്തും നൽകി. അല്ലേ? ഫറോവ ആരായിരുന്നു? വലിയ സമ്പത്തും ഒക്കെ ഉള്ള ചക്രവർത്തിയായി അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിൽ കയറിയിരുന്നയാളാ ഫറോവയെ കണ്ടപ്പോഴാണ് മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, ഫിർഔനും അവന്റെ പ്രമാണിമാർക്കും നീ ഐഹികമായ ജീവിതത്തില് അലങ്കാരവും സമ്പത്തും നൽകിയിരിക്കുന്നു തമ്പുരാനെ. ഫറോവക്കും അവന്റെ കൂട്ടാളികൾക്കുമൊക്കെ ഐഹിക ജീവിതത്തിൽ അലങ്കാരവും സമ്പത്തും നൽകിയിട്ടുണ്ട്. നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അവർ നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, അവര് എന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവർ ആ മുതൽ ഉപയോഗിക്കുന്നത്. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, ആ സമ്പത്തും സമ്പാദ്യവും ഒക്കെ നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ തമ്പുരാനെ, നീ അവരുടെ സ്വത്ത് തുടച്ചു നീക്കണേ എന്ന് മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. റബ്ബന തുമിസ് അലാ അംവാലിഹിം, റബ്ബന തുമിസ് അലാ അംവാലിഹിം, അല്ലാഹുവേ, നീ അവരുടെ സ്വത്തുക്കൾ മുഴുവനും തുടച്ചു നീക്കണേ തമ്പുരാനെ, നാമാവശേഷമാക്കണേ തമ്പുരാനെ. വസ്ദുദ് അലാ ഖുലൂബിഹിം, വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണ വിധം അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകണം തമ്പുരാനെ. വസ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറൗൽ അദാബൽ അലീം. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഉടനെ മറുപടി വന്നു, പ്രാർത്ഥിച്ച് ഉടനെ മറുപടി വന്നു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ രാജാതിരാജനായ തമ്പുരാൻ പറഞ്ഞു, ഖാല
ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ ഫലാ തത്തബിഅനി സബീലൽ ലദീന ലാ യഅലമൂൻ. അല്ലാഹു പറയുകയാണ്, പടച്ച തമ്പുരാന് മറുപടി കൊടുത്തു, നിങ്ങളുടെ ഇരുവരുടെയും പ്രാർത്ഥന ഇതാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മഹാനായ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ദുആയെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാൽ നിങ്ങളല്ല, നിങ്ങൾ രണ്ടുപേരും നേരെ നിലകൊള്ളണം. ഫസ്തഖീമാ, നിങ്ങൾ ഇസ്തിഖാമത്തിലാകണം. വിവരമില്ലാത്ത ആളുകളുടെ വഴിയെ പിന്തുടർന്ന് നിങ്ങളാരും പോകരുത് എന്ന് പടച്ച തമ്പുരാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തു. ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു അപ്പോൾ തന്നെ. പക്ഷേ കാലങ്ങളേറെ കഴിഞ്ഞ് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് 40 വർഷത്തിന് ശേഷമാണ് ഫറോവയെ മുക്കിക്കൊന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കാലതാമസം നമ്മൾ അല്ലാഹുവോട് തേടി പറഞ്ഞ് നമുക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടവരാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. കാലതാമസം നമ്മളെ പരാജയത്തിലാക്കാൻ പാടില്ല. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ദുആയുടെ പ്രതിഫലം, നമ്മൾ അതിന്റെ മറുപടി നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, അല്ലേ? ബാബരി കേസിലെ സത്യം നമ്മൾ കാലങ്ങളായി ദുആ ചെയ്യുകയായിരുന്നു ബാബരിക്ക് വേണ്ടി. ഇബ്രാഹാം കമ്മീഷനിലൂടെ 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ അത് പുലരുകയുണ്ടായി. മലേഗാവ് സ്ഫോടന കേസിലെ സത്യം വളരെ വർഷങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ പുലർന്നു കഴിഞ്ഞു. ലവ് ജിഹാദ് കേസിലെ പ്രശ്നങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ പുലർന്നു കഴിഞ്ഞു. നമ്മളെ ഒരിക്കൽ പോലും കാലതാമസം എന്ന് പറയുന്നത് നമ്മളെ പരാജയത്തിലാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ മൊത്തം ടോട്ടൽ. മലപ്പുറം ജില്ലക്കാരെ ഭാഷയിൽ പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ. അതെ, നമ്മളെ പരാജയബോധവും നിരാശയും ഒരിക്കൽ പോലും വേട്ടയാടാൻ പാടില്ല. പരാജയപ്പെട്ടല്ലോ തമ്പുരാനെ, നിരാശയാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, ഇതിനെന്നാണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടുകൂടി പരാജയബോധത്തോടുകൂടി നമ്മൾ നടക്കരുത്. നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നുപോയി നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കാ മണലാരണ്യത്തിൽ ദീനീ ദഅവത്ത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്, ഹിജ്റ പോകണം. ഹിജ്റയ്ക്ക് ശേഷമാണ് സത്യത്തിൽ വിജയമുണ്ടായത്, അല്ലേ? അതുവരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മഹാമാരികളുമായിരുന്നു മഹാന്മാരായ ആളുകൾക്കുണ്ടായിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുചരന്മാർക്കും ഉണ്ടായിരുന്നത്. നമ്മള് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാകണം. ബുദ്ധിമാൻ എന്ന് പറയുന്നത് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാ, വിശേഷ ബുദ്ധിയുള്ളവനാണ്. മനുഷ്യൻ എന്ന് പറയും വിശേഷ ബുദ്ധിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യന് തന്നെ ബുദ്ധിയുടെ തോതനുസരിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനത് ബുദ്ധിമാനാണ്, സാമാന്യ ബുദ്ധിക്കാരനാണ്, മന്ദബുദ്ധിയാണ്, വിഡ്ഢികളാണ്, ഇങ്ങനെ നമ്മൾ വേർതിരിക്കാറുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ബുദ്ധിയെ 4 തരത്തിൽ മനോഹരമായി പറയുന്നുണ്ട്. ബുദ്ധിമാനാണ് പണിയെടുക്കുന്നയാൾ. 1, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ചിന്താശേഷിയുള്ളയാൾ, അയാളാണ് ബുദ്ധിമാൻ. 2, വകതിരിവുള്ള കുട്ടിയെ ശിശുവിൽ നിന്നും വേർതിരിക്കുന്ന ബുദ്ധി. 3, പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പ്രാപ്തനാക്കുന്ന ബുദ്ധി. 4, പര്യാവസാനത്തെ മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്ന ബുദ്ധി. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ടെന്ന ബോധത്തോടു കൂടി പ്രവർത്തിച്ചയാളായിരിക്കും അതിബുദ്ധിമാൻ. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അതിബുദ്ധിമാനാണ്. അപ്പോഴാണ് അവന്റെ കാര്യം വിസ്മയകരമായി സംഭവിക്കുന്നത്. വിസ്മയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യത്തെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈമാനും ഇഹ്തിസാബും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. സദാസമയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറയണം, സന്തോഷം പ്രകടിപ്പിക്കണം. സന്തോഷം വന്നാൽ സന്തോഷം പ്രകടിപ്പിക്കണം. അസാബത്തുഹു സറാഅ ശകറ, സന്തോഷമുള്ള കാര്യമുണ്ടായി കഴിഞ്ഞാൽ നന്ദി പറയുന്നയാളാവണം ഞാനും നിങ്ങളും. ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കണം. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണെന്ന് നമുക്ക് ഹദീസുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും റബ്ബിന്റെ വിളിക്ക് ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ അത് നമ്മളെ പരാജയബോധത്തിലേക്ക് ആക്കാൻ പാടില്ല. പരാജയപ്പെട്ടു എന്ന് നമ്മൾ കരുതാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് വെച്ചാൽ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഓരോ ജീവിയുടെയും ഭൂമിയിലെയും പ്രപഞ്ചത്തിലെയും അണ്ഡകടാഹത്തിലെയും സകലമാന ചരാചര വസ്തുക്കളുടെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയുടെയൊക്കെ ചലനത്തെ മനസ്സിലാക്കുന്നു, ഓരോ കാര്യവും അറിയുന്നു തമ്പുരാൻ എന്ന് വളരെ മനോഹരമായി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തി വെക്കുന്നു. യഅലമു ദബീബൻ നംലതി സൗദാഇ ഫിസ്സഖറതി സമ്മാഇ ഫില്ലൈലതി ളൽമാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു ദബീബൻ നംലതി സൗദാഇ ഫിസ്സഖറതി സമ്മാഇ ഫില്ലൈലതി ളൽമാ. അമാവാസിയുള്ള രാത്രി, കൂരിരുട്ടുള്ള രാത്രി, ചന്ദ്രനും നക്ഷത്ര താരഗണങ്ങളും ഒന്നുമില്ലാതെ പ്രകാശത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത സമയത്ത് കൂറ്റൻ കരിമ്പാറക്കെട്ടിന് മുകളിലൂടെ, കറുത്തിരുണ്ട കരിമ്പാറക്കെട്ടിന്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത ഉറുമ്പിന്റെ കാലിന്റെ പതനം പോലും, കാലിന്റെ ചലനം പോലും രാജാതിരാജനായ തമ്പുരാൻ മനസ്സിലാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും ഈമാനും ഇഹ്തിസാബും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം എന്റെയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. മഹാന്മാരായ ആളുകൾ മഹാന്മാരായത് ഈമാൻ കൊണ്ടായിരുന്നു. ഈമാനികമായ ആവേശം അവരിലുണ്ടായത് കൊണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞത്. അവർക്കതുകൊണ്ടാണ് അങ്ങനെയാകാൻ കഴിഞ്ഞത്. മാ യുസീബുൽ മുഅ്മിനു മിൻ നസ്ബിൻ വലാ വസ്ബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ ശൗഖത ഇശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ് പറയുന്നത്. ഒരു രാജാവിന്റെ കഥ പറയാറുണ്ട്. ഒരു രാജാവിന്റെ കഥ പറയാറ്, രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ കഥ പലപ്പോഴും കേട്ടതായിരിക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഈ രാജാവിന്റെ ബുദ്ധിമാനായ ഈ മന്ത്രി എന്ത് കേട്ടാലും, എന്ത് പറഞ്ഞാലും, എന്തറിഞ്ഞാലും ലഅല്ലഹു ഖൈറ, അത് ഖൈറായിരിക്കുമെന്ന് ആ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വേട്ടയാടുന്ന സമയത്ത് ഇയാളുടെ വിരല് മുറിഞ്ഞപ്പോ മന്ത്രി അടുത്തേക്ക് തന്നെ രാജാവിന്റെ വിരല് മുറിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു ലഅല്ലഹു ഖൈറ, അത് നന്നായിക്കണെന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ നന്നായിക്കണെന്ന് പറഞ്ഞാൽ അത് നന്നായിക്കണെന്ന് ഈ മന്ത്രി മറുപടി പറഞ്ഞു. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നിട്ട് ഇയാളെ ജയിലടച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഈ രാജാവ് ഒറ്റയ്ക്ക് വേട്ടയാടുന്നതിനിടയിൽ ഇങ്ങനെ ഒരു ഉൾപ്രദേശത്ത് ചെന്നപ്പോ കാട്ടാളക്കാരായ ആളുകളുടെ മുമ്പിൽ പെട്ടു. രാജാവിനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ ഇവർ കൊണ്ടുപോയി. അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കാൻ ഇവർ കൊണ്ടുപോയപ്പോ ഇവർ രാജാവിനെ ചെക്ക് ചെയ്യുകയാണ്, തഫ്തീഷ് നടത്തുകയാണ്. എന്താണ്, വല്ല കുറവും പൂർണ്ണത ഇല്ലാത്ത ആളെയാണോ ഇരയെയാണോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നോക്കുമ്പോ രാജാവിന്റെ ഒരു വിരല് മുറിഞ്ഞു പോയിട്ടുണ്ട്.
ഈ സമയത്ത് ഇയാളെ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത്. ഇയാൾ തിരിച്ചു വന്നപ്പോഴാണ് കൃത്യമായി ഇയാൾക്ക് മനസ്സിലായത്, അന്ന് മന്ത്രി പറഞ്ഞതിന്റെ വചനത്തിന്റെ പൊരുൾ മനസ്സിലായത്. അത് നിങ്ങൾക്ക് ഖൈറായേക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് പ്രതിസന്ധികൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും അത് ഖൈറാണെന്ന് വിചാരിക്കുന്നയാളാണ് മുഅ്മിൻ. അപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യം അത്ഭുതകരമായി, വിസ്മയകരമായി സംഭവിക്കുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്ന സമയത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടിയാണ് മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നയാളായിരിക്കണം ഞാനും നിങ്ങളും. ഈ വിഷയത്തിൽ വിശാലമായി ഇനിയും സംസാരിക്കാനുണ്ട്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ എന്നൊരു ടൈറ്റിലിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം അതിക്രമിച്ചതിന്റെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യം, നമ്മൾ മുഅ്മിനാണോ? മുഅ്മിനാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യം അത്ഭുതകരമാണ്. മുഅ്മിനാകണമെന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ജീവിക്കണമെന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ വെച്ച് തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على